ഇൻഫിനിക്സിന്റെ ഇൻഫിനിക്സ് GT20 Pro 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 25,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫിനിക്സ് GT20 Pro എന്നുള്ള ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ ആദ്യം ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫിനിക്സ് GT20 Proയിൽ 6.78 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 360 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും വരുന്നുണ്ട്. പിന്നെ 1500 ഹെർട്സിന്റെ ഇൻസ്റ്റന്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് എന്നുള്ള ഫീച്ചറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചോൾ ഡിസൈൻ ആണ് ഈ ഫോണിൽ വരുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെന്റർ ബാത്തായിട്ടാണ്. 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഏകദേശം 94.3% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് ഈ ഫോണിൽ വരുന്നത്. പീക്ക് ബ്രൈറ്റ്നസ് 1300 നിറ്റ്സ് വരെ വരുന്നുണ്ട്. പിന്നെ 2304 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് 194 ഗ്രാം ആണ്. അതുപോലെ തന്നെ തിക്നെസ് വരുന്നത് 8.15 mm ആണ്. പിന്നെ ഈ ഫോണിന്റെ ബാക്കിൽ RGB മിനി LED ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുമ്പോൾ ഈ ഒരു ലൈറ്റ് കത്തുന്നതായിരിക്കും. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. അപ്പോൾ പല ഗെയിമിംഗ് ഫോണുകളിലും അതുപോലെ തന്നെ നത്തിങ്ങിന്റെ ഫോണുകളിലൊക്കെ കാണുന്നത് പോലെ ഫോണിന്റെ ബാക്കിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 8200 അൾട്ടിമേറ്റ് എന്ന പ്രോസസർ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് വളരെ മികച്ച ഒരു പ്രോസസർ തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മികച്ചൊരു പ്രോസസറും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതാണോ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസർ എന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം പോക്കോ X6 Pro 5G എന്ന സ്മാർട്ട് ഫോണിൽ MediaTek Dimensity 8300 Ultra എന്നുള്ള പ്രോസസർ വരുന്നുണ്ട്. അതിന്റെ തൊട്ട് താഴെ വരുന്ന ഒരു പ്രോസസറാണ്. മികച്ചൊരു പ്രോസസർ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പെർഫോമൻസ്, ഗെയിമിംഗ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അത് മാത്രമല്ല ഇതിൽ Pixelwork X5 ടർബോ ഗെയിമിംഗ് ചിപ്പ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഗെയിമിംഗ് ചിപ്പ് സെപ്പറേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഗെയിമിങ്ങിലൊക്കെ അത് ഒന്നും കൂടി യൂസ്ഫുൾ ആവുന്നതായിരിക്കും. പിന്നെ 5G സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. 14ഓളം 5G ബാൻഡ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിന്റെ ബേസ് വേരിയന്റിൽ 8GB റാമും 256GB ഇന്റേണലുമാണ് വരുന്നത്. 12GB റാമും 256GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR5Xന്റെ റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. ഫോൺ വിട്ട് നീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് VC ചേംബർ കൂളിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. NFC എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ വരുന്നുണ്ട്. ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ നല്ല വൈബ്രേഷൻ എഫക്റ്റിന് വേണ്ടിയിട്ട് X-ആക്സിസ് ലീനിയർ മോട്ടർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ JBL ട്യൂൺ ചെയ്തിട്ടുള്ള സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. Android 14 ബേസ് ആയിട്ടുള്ള XOS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു ഫോണിൽ 2 കൊല്ലത്തെ OS അപ്ഡേറ്റും 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 108 മെഗാപിക്സലിന്റെ f1.75 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് സാംസങ് HM6ന്റെ സെൻസറാണ്. OSന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ 2 മെഗാപിക്സലിന്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഡെപ്ത് സെൻസറും അതുപോലെ തന്നെ 2 മെഗാപിക്സലിന്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നില്ല. അത് കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആയി എന്ന് പറയേണ്ടി വരും. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ അത് മിസ്സിംഗ് ആണ്. പിന്നെ ഫ്രണ്ടിൽ 32 മെഗാപിക്സലിൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ബാറ്ററി കാര്യത്തിൽ 5000 mAh ബാറ്ററിയാണ് ഈ ഫോണിൽ വരുന്നത്. 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തിരക്കേടില്ലാത്തൊരു ചാർജിങ് സ്പീഡാണ്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ ഫോണിന്റെ ബോക്സിൽ തന്നെ ചാർജറും വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 8GB റാം വെർഷന്റെ വില വരുന്നത് 24,999 രൂപയാണ്. അതുപോലെ തന്നെ 12GB റാം വെർഷന്റെ വില വരുന്നത് 26,999 രൂപയാണ്. മെയ് 28 മുതലാണ് ഫോണിന്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ട് വഴിയാണ് ഫോണിന്റെ സെയിൽ നടക്കുന്നത്. പിന്നെ ബാങ്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാങ്ക് ഓഫേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് 2000 രൂപയുടെ ഓഫും കൂടി ഇതിന് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഇനീഷ്യലി ഈ ഫോൺ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ഫ്രീ ആക്സസറീസും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. GT മെക്ക കേസ്, അതുപോലെ തന്നെ GT കൂളിംഗ് ഫാൻ, പിന്നെ GT ഫിംഗർ സ്ലീവ്സ് ഒക്കെ എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും. കൂളിംഗ് ഫാനും ഫിംഗർ സ്ലീവ്സ് ഒക്കെ ഗെയിമിങ്ങിലൊക്കെ യൂസ്ഫുൾ ആയിട്ട് വരുന്നതായിരിക്കും. ഇനീഷ്യലി മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതും എക്സ്ട്രാ ലഭിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല പ്രോസസ്സറുമായിട്ട് വരുന്ന ഒരു ഗെയിമിംഗ് ഫോണൊക്കെയാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഇതിൽ ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്.
പിന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ ഇതിലാണോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നത് എന്ന് വെച്ചാൽ അങ്ങനെയല്ല. പോക്കോ X6 Pro എന്നുള്ള സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. അപ്പം ഗെയിമിംഗ് പെർഫോമൻസ് ഒക്കെയാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ പോക്കോ X6 Pro എന്നുള്ള സ്മാർട്ട് ഫോണിൻ്റെ കൂടെ ഇതും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പോക്കോ ബ്രാൻഡിങ്ങിലൊന്നും വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു ഫോണും സെലക്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മികച്ച പ്രോസസ്സറുമായിട്ട് വരുന്ന ഒരു ഫോണാണ് ഈ ഫോൺ എന്നൊക്കെ പറയാവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് തിരക്കില്ലാത്ത നല്ലൊരു ഫോണായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.